ഹല്ലേലൂയ. ഗുജറാത്തിൽ നിന്ന് ഞങ്ങളിപ്പോൾ മധ്യപ്രദേശിലേക്ക് ഇൻഡോറിലേക്ക് പോകുന്ന വഴിയാണ്. കുറച്ചുകൂടെ ദൂരം ഞങ്ങൾക്ക് യാത്ര ചെയ്താൽ ജാബുവ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിൽ ഞങ്ങൾ എത്തിച്ചേരും. അവിടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷ ഇന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട് രാത്രിയിൽ. എന്നാൽ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ രണ്ട് കർത്താവിൻ്റെ ദാസന്മാരെ പരിചയപ്പെടാൻ ദൈവം കൃപ നൽകി. ഒരു കാലത്ത് കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി ഈ ദാഹോദ് എന്ന് പറയുന്ന സ്ഥലത്ത് അസാധാരണമായി ദൈവം ഉപയോഗിച്ച ദൈവത്തിൻ്റെ ദാസന്മാർ. എന്നാൽ പിന്നീട് ഇത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ കഴിയാതെ മനസ്സിനേറ്റ മുറിവ് കൊണ്ട് തകർന്നു പോയ ചില അനുഭവങ്ങൾ. എന്നാൽ വീണ്ടും പരിശുദ്ധാത്മാവ് അവരെ തിരിച്ചു കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് ആത്മാവിൻ്റെ ഉയർച്ചയിലേക്ക്. പ്രിയരെ, നമ്മൾ മിനിസ്ട്രിയിലായിരിക്കുമ്പോൾ മനസ്സൊത്തിരി വൂണ്ടഡാകാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ വേല അങ്ങനെയാണ്. നമ്മുടെ കൂടെ നിൽക്കുന്നവർ ഇല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസസ് ഒക്കെ ചിലപ്പോൾ മനസ്സ് മുറിയാൻ സാധ്യതയുള്ളതാണ്. അവിടെയാണ് ഒരു അപ്പസ്തോലിക അഭിഷേകമുള്ള ഒരു അപ്പൻ്റെ ഹൃദയമുള്ള ഒരു കർത്തൃദാസൻ്റെ ആവശ്യം വരുന്നത്. അവിടെ താങ്ങി നിർത്തുവാൻ, ചേർത്തണയ്ക്കുവാൻ ഒക്കെ ബൈബിൾ പറയുന്നത് പീത്തോസിനെ കാണാതെ വന്നപ്പോൾ പൗലോസിൻ്റെ മനസ്സിന് വേദനയുണ്ടായെന്നാണ് ബൈബിൾ പറയുന്നത്. വേദനയുണ്ടായെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഹൃദയമുള്ള ഒരു യുണീക്ക് വേയിൽ ദൈവരാജ്യത്തിൻ്റെ കൺസെപ്റ്റിൽ കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി നിൽക്കാൻ കഴിയുന്നവർ ഉണ്ട് എങ്കിൽ മുറിക്കുകയില്ല, അവർ മുറിവ് കെട്ടുവാനിടയായിത്തീരും. അതാ നല്ല ശമരിയക്കാരൻ്റെ സ്റ്റോറിയിൽ യേശു പറയുന്നത്, നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക എന്ന് വെച്ചാൽ ഇങ്ങോട്ടൊന്നും വേണ്ട, ഉള്ളതെല്ലാം അങ്ങോട്ട് തരാം. അങ്ങനെ പറഞ്ഞ് ആമേൻ മുറിവ് കെട്ടിയ ഒരനുഭവം. അതെ, മുറിവ് കെട്ടാൻ നമുക്ക് ഇന്ത്യയുടെ മിഷണറിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ.